എനർജി ഇൻടേക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? കാലറി ഇൻ വേഴ്സസ് കാലറി ഔട്ട്. ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും കിട്ടുന്ന എനർജി എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ ബാധിക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കാലറി ഇൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ ഏതും ആകാം, ഇതിനെയാണ് കാലറി ഇൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെടുക്കുന്ന സ്മൂത്തീസ്, കേക്ക് അല്ലെങ്കിൽ ഫുഡ്, ഇതേതും നമുക്ക് കാലറി ഇൻ ആണ് വരുന്നത്. ഇപ്പോൾ കാലറി ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഊർജ്ജം അല്ലെങ്കിൽ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഊർജ്ജത്തെയാണ് കാലറി ഔട്ട് എന്ന് പറയുന്നത്. ഈ കാലറി ഔട്ടിൽ തന്നെ നമുക്ക് കുറച്ചൊരു ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അത് BMR, ടെഫ്, നീറ്റ്, എക്സസൈസസ്. ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ കാലറി ഔട്ടിൽ വരുന്ന കാറ്റഗറീസ് പറഞ്ഞു. അതിൽ ആദ്യം വരുന്നതാണ് BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്. അത് നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി. അത് ജസ്റ്റ് നമ്മൾ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയമിടിപ്പിന് അല്ലെങ്കിൽ സെൽ റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജിയാണ് BMR എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നീറ്റ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജയസിസ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ മൂവ്മെൻറ്റ്സില്ലേ, ചെറിയതായിട്ടുള്ള മൂവ്മെൻറ്റ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി, ജസ്റ്റ് വീട്ടിൽ കൂടെ നമ്മൾ വാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ കാല് കൈയൊക്കെ അനക്കുന്ന ആ മൂവ്മെൻറ്റ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് നീറ്റ് എന്ന് പറയുന്നത്. ഇതും കാലറി ഔട്ടിൽ വരുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടെഫ് എന്ന് പറയുന്നത് തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിനെയാണ് ടെഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് നമ്മുടെ എക്സസൈസ്. അത് നമ്മൾ എടുക്കുന്ന വ്യായാമം, ഇപ്പോൾ യോഗ ആവാം, ഹെവി വർക്കൗട്ട്സ് ആകാം, അല്ലെങ്കിൽ എന്ത് വർക്കൗട്ടും ആകാം, അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജീസ് ഒക്കെ നമുക്ക് കാലറി ഔട്ടിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിനെക്കാട്ടും എക്സ്ട്രാ കാലറീസ് നമ്മൾ എടുക്കുകയും അവിടെ എനർജി അധികം ലോസ് ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ എക്സ്ട്രാ കാലറീസ് ബോഡി ഫാറ്റായിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ വെയിറ്റ് ഗെയിൻ വരിക ചെയ്യുന്നത്. കാരണം അവിടെ ആ ഒരു സ്റ്റോർ ചെയ്ത ഫാറ്റ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള കാലറി നമ്മൾ എടുക്കുകയും എക്സ്ട്രാ ആയിട്ട് അവിടെ എനർജി ബേൺ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ സ്റ്റോർ ചെയ്ത ഫാറ്റ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതൊരു കാലറി ഡെഫിസിറ്റ് ആയിട്ട് പോവുകയും അവിടെ നമുക്കതിനെ വെയിറ്റ് ലോസ് എയ്ഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ലോസ് വരുന്നത്. ആസ് എ ന്യൂട്രീഷനിസ്റ്റ് നമ്മുടെ ഇവിടെ ഫിസിയോ ടീമിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്ക് പെയിൻ ഉള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസ് ആയിരിക്കും നമുക്കിവിടെ കൂടുതലായിട്ട് വരാം. അപ്പോൾ അവർക്ക് അധികം മൂവ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവർക്ക് കാലറി ഔട്ട് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ കാലറീസ് കൂടുതലായിട്ട് അവർ ഇൻടേക്ക് വരും. അപ്പം അൺഇൻറ്റൻഷ്യലി നമുക്ക് അവിടെ വെയിറ്റ് ഗെയിൻ വരും. വേറൊരു വിഭാഗം പേഷ്യൻസ് എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കും. അപ്പം നമുക്ക് ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഹോർമോൺസ്, ഡൈജഷൻ, ഇവ മൂന്നും നമ്മുടെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനെ ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാം കാലറി ഇൻ വേഴ്സസ് കാലറി ഔട്ട് എന്നുള്ള ഒരു സെൻറ്റൻസിന് നമ്മുടെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്വാളിറ്റി. നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും ഒരേ രീതി തന്നെയല്ല ബേൺ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രോട്ടീനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ബേൺ ചെയ്യാൻ അല്ലെങ്കിൽ ഡൈജഷൻ്റെ സമയത്ത് ഒത്തിരി കാലറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലോങ് ടൈമിൽ നമ്മൾ ഫുള്ള്, അതായത് ഒരു സറ്റൈറ്റി ഫീലിംഗ് തരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീനാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫൈബർ. ഫൈബർ എന്ന് പറയുമ്പം നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് പ്രോസസ്ഡ് ഫുഡ്സ്, അതായത് ജങ്ക് ഫുഡ്സ്, പാക്ക്ഡ് ഫുഡ്സൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഡൈജഷൻ നടക്കുകയും നമുക്ക് വീണ്ടും വിശപ്പ് വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ഇങ്ങനത്തെ ഓരോ ഭക്ഷണ രീതികളാണ് നമുക്ക് കാലറീസ് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഒരിക്കലും കാലറി വേണ്ട എന്നുള്ളതല്ല, നമുക്ക് കാലറി വേണം, പക്ഷെ നമ്മൾ ഏത് ഫുഡ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അത് കാലറി ഡെഫിസിറ്റ് ആയിട്ടും എടുക്കാം, കാലറി അധികമായിട്ടും നമുക്ക് എടുക്കാം. അപ്പോൾ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനെയും അത് ലീഡ് ചെയ്യും. നിങ്ങളിപ്പോൾ വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയബറ്റീസ് മാനേജ് ചെയ്യാനും പിന്നെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ പെയിൻ റിലീഫ്, ഇതിലോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാലറി ഇൻ വേഴ്സസ് കാലറി ഔട്ട് എന്നുള്ള സിമ്പിൾ ഇക്വേഷൻ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഓരോ കാലറീസും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കാലറീസ് എന്താണെന്നും അതിൽ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നും നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം കൂടുതൽ തന്നെ നമ്മുടെ സ്ലീപ്പ്, മൂവ്മെൻറ്റ്സ്, നമ്മുടെ ഭക്ഷണ രീതി, അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്,
ഇതെല്ലാം നമ്മളൊരു സമീകൃത രീതിയിലോട്ട് കൊണ്ടുവരിക. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അവെയർ ആയിട്ടിരിക്കുക. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.